ആ അതിന് അന്ന് അവരുടെ ആനിവേഴ്സറി പ്രമാണിച്ച് കപ്പിൾസിന് വേണ്ടി ഒരു നറുക്കെടുപ്പ് അവിടെ നടക്കുന്നുണ്ടായിരുന്നേ. ഞാന് നിന്റെ നിത്യയുടെ പേര് അവിടെ എഴുതിയിട്ട് അതിന്റെ കൂപ്പണായത്. ഇവിടെ ഈ തീ പിടിച്ച പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ഈ ഭാഗ്യക്കുറിക്കും കൂപ്പൺ നോക്കി എവിടെയാ സമയം കിട്ടുന്നേ? എടാ എന്ന് പറഞ്ഞാ ഞാനിത് നിർബന്ധിച്ച് അങ്ങോട്ട് പോയി മേടിച്ചൊന്നുമല്ല. സാധനം എടുത്തപ്പോ അവരെനിക്കൊരു കൂപ്പൺ തന്നു. അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ ശരി, കൂപ്പൺ എടുത്തു, അതിങ്ങി കൊണ്ടുവന്നു. അതോടെ അവസാനിച്ചല്ലോ. എടാ പോത്തെ, പ്രത്യേകിച്ച് ഒരു വിശേഷം ഇല്ലെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് വരുത്തേണ്ട കാര്യമുണ്ടോ? ഇതാ 4 പേർക്കാ സമ്മാനം അടിച്ചിരിക്കുന്നത്. അതിൽ ഒരെണ്ണം നിനക്ക. നീ നമ്പർ ഒന്ന് ഒത്തു നോക്കിയേ. 6 5 6 3 6 7 6 5 6 3 6 7. സാർ, ഇവിടെ വിജയികളായ ദമ്പതികൾ തന്നെ സമ്മാനം വാങ്ങാൻ വരണം. അതും ഇന്നത്തെ ഫംഗ്ഷനിൽ തന്നെ കൈപ്പറ്റുകയും വേണം. അതില് ഒരു ചെറിയ പ്രശ്നമുള്ളത്, അവര് ഈ ദമ്പതികളെ നിങ്ങൾ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ സമ്മാനം എനിക്ക് വന്ന് കൈപ്പറ്റാൻ പറ്റുമോ? അയ്യോ, അത് പറ്റില്ലല്ലോ സാറേ. സമ്മാനം അടിച്ചിരിക്കുന്ന കപ്പിൾസ് ആരോ അവര് തന്നെയാണ് വരേണ്ടത്. വരേണ്ട സമയവും സ്ഥലവും ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചറിയിക്കാം. ഓക്കെ? വാ. ഇനി എന്താ? അതെ, അവര് പറയുന്നത് നിങ്ങൾ 2 പേരും കൂടി ചെന്നിട്ട് സമ്മാനം മേടിക്കണമെന്ന്. എനിക്കങ്ങ് വയ്യ. ഈ കാര്യം നിത്യയോട് ചെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു ഭാഗ്യം വന്നാ അത് പുറംകാലിട്ട് തട്ടാൻ പറ്റുമോ? വേണ്ട, അകങ്കാലം കൊണ്ട് തട്ടിക്കോ. ഹലോ സാർ, ഇത് ആർക്ക് ഏജൻസിന്ന് എക്സിക്യൂട്ടീവ് വിളിക്കുന്നത്. ഈ കുറച്ചു മുമ്പ് എന്നെ വിളിച്ച ആളാണോ? അല്ല സാർ, സമ്മാന വിതരണത്തിന്റെ ചാർജ് എനിക്കാ. ഓ, നിങ്ങൾ സമ്മാനം വാങ്ങാൻ എത്തുമല്ലോ അല്ലേ? അല്ല, അതെ, എൻ്റെ മരുമോനും മോക്കുമാണ് ഈ സമ്മാനം അടിച്ചിരിക്കുന്നത്. ഓക്കെ സാർ. ആ, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ഹോട്ടൽ യമുനയിലാണ്. ഓ, സിറ്റിയിൽ പബ്ലിക് ലൈബ്രറിയുടെ തൊട്ടടുത്താണ് ഹോട്ടൽ. രാവിലെ ഒരു 9:30 ആകുമ്പോൾ സമ്മാനം കിട്ടിയത് രജിസ്റ്റർ ചെയ്യണം. 10 മണിയാകുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കും. ഓ, ഒരു 10:30 ആകുമ്പോൾ ഫംഗ്ഷൻ അവസാനിക്കും. ഹോട്ടലിന്റെ പേരെന്തുവാ? ഹോട്ടൽ യമുന. യമുന. അതെ സാർ. ശരി ശരി, അവര് സമയത്തിന് തന്നെ എത്തിക്കോളൂ. ശരി സാർ. ശരി. അമ്മാവ, പോയിട്ട് വരാം. അല്ല, ഒരു മിനിറ്റ്. അതെ, ഇന്ന് മോക്ക് സ്കൂളിൽ അല്പം വൈകി പോയാ മതിയാ. അതെന്താ? അതിനൊരു കാരണമുണ്ട്. അതെ, നിങ്ങൾക്ക് 2 പേർക്കും ഒരു സമ്മാനം അടിച്ചിട്ടുണ്ട്. സമ്മാനം? എടോ, നമ്മുടെ ആർക്ക് ഏജൻസീസ് ഇല്ലേ, അവര് വിഷുവിനോടനുബന്ധിച്ച് ഒരു നറുക്കെടുപ്പ് നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ പോയി എന്തോ വാങ്ങിച്ചപ്പോ ഗ്രൈൻഡർ അമ്മാവൻ നമ്മുടെ 2 പേരുടെ പേര് ആ സ്ലിപ്പിൽ എഴുതിയിട്ടു. ഇന്നിപ്പോ ആ സമ്മാനം അടിച്ചത് നമുക്കാ. അത് പോയി വാങ്ങുന്ന നിർബന്ധമൊന്നുമില്ലല്ലോ. അല്ല, അങ്ങനെയല്ല മോളെ, നിങ്ങളുടെ 2 പേരുടെയും പേരിൽ ആദ്യമായിട്ട് കിട്ടുന്ന സമ്മാനമല്ലേ മോളെ. ഇത്രയേ ഉള്ളൂ. 9:30 അവിടെ എത്തണം, ഒന്ന് രജിസ്റ്റർ ചെയ്യണം, 10 മണിക്ക് സമ്മാനം കിട്ടും. അത് കഴിഞ്ഞിട്ട് മോക്ക് സ്കൂളിൽ പോകാം. നിത്യ, എന്റെ താല്പര്യക്കുറവ് ഞാൻ നേരത്തെ തന്നെ അമ്മാവനോട് പറഞ്ഞു. ഇനി തനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു. നാസിനെ വൈകിച്ചില്ല എന്ന് പറഞ്ഞാ അത് ശരിയാവില്ല. അല്ല, മോള് ഒന്ന് വിളിച്ചു പറ. 1/2 മണിക്കൂറിന്റെ കാര്യമല്ലേ ഉള്ളൂ.
അത് കഴിഞ്ഞ് മോളെ ഹരി സ്കൂളിൽ കൊണ്ടുവിടും. മോളെ ഞാൻ നിങ്ങളവിടെ ചെല്ലുന്നു വാക്ക് പറഞ്ഞു പോയി. അതുകൊണ്ടല്ലേ മോളെ അവരിപ്പോ തന്നെ ഇന്ന് തന്നെ നേരം വെളുത്തിന് 2-3 പ്രാവശ്യം വിളിച്ച് ഇല്ലേടാ. ഡാ, നീ ഇങ്ങനെ ബലം പിടിച്ച് നിന്നാ മോക്ക് പോകാൻ തോന്നുവോ? നീ ഒന്ന് പോകാന്ന് പറഞ്ഞാ മോള് കൂടെ വന്നോളും. ഇല്ലയോ മോളെ? അപ്പം വേണമെങ്കിൽ പോവാം. അയ്യോ, അത്രയെങ്കിലും വായിന്ന് വന്നല്ലോ. മോളെ ഒന്ന് കൂടെ ചെല്ല്. അത് മേടിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങ് വന്നോ, അല്ല സ്കൂളിലോട്ട് പോയിക്കോ. ആ ചിലപ്പോഴേ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകാനുള്ള കൂപ്പൺ ആയിരിക്കും. ഉം. ഉം. അല്ല ആര് പോകുന്നു? ഇനി അടുത്ത കുരിശും കൂടെ എടുത്ത് തലയിൽ വെക്കാൻ. ഞാനത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നീ അങ്ങനെയൊന്നും ചെയ്യൊന്നും വേണ്ട. നിങ്ങൾ പറ്റുമെങ്കിൽ പോയിട്ട് വാ. നമുക്ക് പോവാ ഹരി. അമ്മാവിന് വിഷമാവണ്ട. എനിക്ക് ഭയങ്കര വിഷമാവും. പോടാ. ഉം. ഓ ശരി പോളെ.